ഹലോ ഫ്രണ്ട്സ്, രാവിലെ മുറ്റമൊക്കെ അടിച്ച് പ്രകൃതി രമണീയതയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നപ്പോഴാണ് പറമ്പിൽ നിൽക്കുന്ന ചീരയില കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചീരയില മുറിച്ച് ചട്ടിയിലാക്കി. ഇന്ന് ഉച്ചയൂണിന് മെയിൻ വിഭവം ഇവൻ തന്നെ. അങ്ങനെ ചീരയൊക്കെ മുറിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കി. ഇന്ന് എനിക്കൊപ്പം കുക്കിങ്ങിന് അണ്ണനും കൂടിയിട്ടുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ദാ വന്ന് ചീരയിലയൊക്കെ അരിയലാണ്. ഇവിടെ ദേണ്ട സവാള ഗിരിഗിരി വെപ്പാണ്, അരിയലോട് അരിയൽ. ഇത് നമ്മൾ കൃഷി ചെയ്ത ചീരയല്ല, നമ്മുടെ പറമ്പിൽ കാടിനൊപ്പം എന്തോ കിളിച്ച് വന്നതാണ്. എന്തായാലും സാരമില്ല, നല്ല ചീരയാണ്. അതെന്തായാലും തോരനാക്കാൻ വേണ്ടി ഒരുക്കമാണ്. തേങ്ങാക്കൊത്ത് കണ്ട ആരും സംശയിക്കേണ്ട, തേങ്ങ തോരൻ വെക്കാൻ വേണ്ടി ചിരകാനെടുത്തതാണ്. പക്ഷെ അതിങ്ങ് പൊളന്നു വന്നു. എന്തായാലും അത് മിക്സിയിലിട്ട് ചതച്ചിങ്ങെടുത്തു. അങ്ങനെ ദാ കടുക് വറ. കടുകൊക്കെ പൊട്ടിച്ച് കരിയാപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് എന്തായാലും വഴറ്റി ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായി. അരിഞ്ഞു വെച്ചിരുന്ന ചീരയിലെല്ലാം തന്നെയും ചട്ടിയിലേക്ക് തട്ടി ആവിയിൽ പൊത്തി വേവാൻ വെച്ചിരിക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് അരപ്പുമൊക്കെ തട്ടി എന്തായാലും വേവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ ഇലവർഗ്ഗങ്ങളൊക്കെ ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെജിറ്റബിൾസിനെ വെച്ചോളം നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതായിരിക്കും മാക്സിമം നല്ലത്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഹെൽത്തിനും എപ്പോഴും നല്ലത്. എന്തായാലും ചീരയുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ.